വാർത്തയൊന്നുമില്ല. ഞങ്ങളത് ഇവിടെ ഹരിയാനയിലും ഡൽഹിൻ്റെ പരിസരത്തൊക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക, ഭക്ഷണം വിതരണം ചെയ്യുക, ഇങ്ങനെയുള്ള നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അതനുസരിച്ച് ഇന്ന് ഹരിയാനയിലൊരു സ്ഥലത്ത് ഒരു കെട്ടിടത്തിൻ്റെ തുടക്കം കുറിക്കലുണ്ടായത്. കുറ്റിയടിക്കൽ ഹരിയാനയിലാണ്. നൂറ് എന്നല്ല സ്ഥലത്തിൻ്റെ പേര്. അതിനുവേണ്ടി വന്നതാണ്. അതിന് പോയി ഇപ്പോൾ നിർവഹിച്ച് മടങ്ങി ഇവിടെ എത്തിയതാണ്. വേറെ അത് ഇന്ത്യ രാജ്യത്ത് മുഴുക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആസാമിലുണ്ട്, അതുപോലെ ഒറീസയിലുണ്ട്, കൽക്കത്തയിൽ ത്രിപ കടന്നു വന്നിട്ട് വലിയൊരു സ്ത്രീകളുടെ സ്ഥാപനമുണ്ട്. കൽക്കത്തയല്ല, അവിടെ അല്ല, ഫിലിപ്പിത്തല്ല, കൽക്കത്തന്റെ അടുത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ. മാൽഡയിൽ 500ഓളം പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമുണ്ട്. അതുപോലെ ഫിലിപ്പിത്ത്, യു പിയിൽ ഫിലിപ്പിത്തിൽ ധാരാളം പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു സ്ഥാപനം ഉണ്ട്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മുഴുക്ക മത, ഭൗതിക, സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും, മറ്റാളുകളോട് സഹായം വാങ്ങിയിട്ട്. അതുപോലെ മദ്രസകൾ, അനുവദനീയമായ മദ്രസകൾ നിർമ്മിച്ചു കൊടുക്കും. അതിൻ്റെ എല്ലാം ഭാഗമായി ഇപ്പോൾ നൂഹി എന്ന സ്ഥലത്ത് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ കുറ്റിയടിക്കൽ ആയിരുന്നു ഇന്ന്. അതിനുവേണ്ടി വന്നതാണ്. അത് പോയി നിർവഹിച്ച് മടങ്ങിയെത്തിയതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും മലയാളം ഇത് കൂടിക്കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അത് പിന്നെ എപ്പോഴും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പൊതുകാര്യം പറയാൻ വേണ്ടി സമയം ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ പ്രൈം മിനിസ്റ്ററും അതിനോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വെളിയിലാണെന്ന് കേട്ടോണ്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഈ നൂഹ് എന്ന് പറയുമ്പോൾ പണ്ടൊരു വലിയൊരു സംഘർഷം ഉണ്ടായ ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൽ ഇരകളാക്കപ്പെട്ടവരെയൊക്കെ പോയി കാണുക അങ്ങനെയൊക്കെ ഉണ്ടായോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരു സ്ഥലത്തിന്റെ പേര് എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ഒരു സ്ഥലത്തിന്റെ പേരാണ്. അവിടെയാണ് വളരെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും മദ്രസ നിർമ്മിക്കാനും ഒക്കെ സ്ഥലം കിട്ടിയത്. അപ്പം അതുകൊണ്ട് അവിടെ വാങ്ങി എന്ന് മാത്രം. പണ്ട് കലാമുണ്ടായിരുന്നോ ഇല്ലേ, ആ പേര് എങ്ങനെ വന്നു, അതൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കലാം നോഹ് നബിയുടെ കാലത്തായിരിക്കുമല്ലേ? അത് ഈ ലോകത്തിൻ്റെ പ്രവാചകന്മാർ വരാൻ തുടങ്ങിയിട്ട് അടുത്ത കാലത്തുള്ള ഒരു നബി. അതിപ്പോൾ നമുക്കറിയില്ല. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം നബി സുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ ഒരു സഖാഫി, ഇബ്രാഹിം സഖാഫി, ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഭർത്താവ് മരിച്ച് 25 വർഷം കഴിഞ്ഞിട്ട് അവർ യാത്ര പോയതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് യാത്ര പോകുന്നതിന് മതം എന്തെങ്കിലും തടസ്സം പറയുന്നുണ്ടോ യഥാർത്ഥത്തിൽ? സ്ത്രീക്കെതിരെ
അങ്ങനെ യാത്ര പോകേണ്ട കാര്യമുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഭർത്താവ് മരിച്ച ആളായാലും ആരായാലും യാത്രകളൊക്കെ പോകുന്നതിന് എന്തെങ്കിലും മതം തടസ്സമായി നിൽക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല. അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്കറിയുകയുമില്ല. പിന്നെ സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം വേണമെന്ന് ഇപ്പോൾ ഹജ്ജിൻ്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ. അന്യ സ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം. അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ സ്ത്രീ അങ്ങനെ യാത്ര പോകേണ്ടതുള്ളൂ. പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങൾ ഭാര്യമാരെ ഒറ്റയ്ക്ക് നിങ്ങൾ വിടൂലല്ലേ അവിടെ. അങ്ങനെ ഏതെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ ഒരു ഭാര്യ ഉണ്ടായിരിക്കാം. പൊതുവെ ആരും അങ്ങനെ വിടാറില്ല. അവർക്ക് സൗകര്യം തിക്ക് കൂടാനൊന്നും കഴിയും. ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് തിക്കും ഒക്കെ ഉണ്ടാവും. അതേപോലെ സ്ത്രീകൾക്ക് കഴിയില്ല. അപ്പോൾ കൂടെ ഒരാളൊരു പുരുഷനുണ്ടാവുക അത് സ്വാഭാവികമാണ്. പുരുഷന്മാർക്ക് ഇപ്പോൾ ഭാര്യ മരിച്ചതിന് ശേഷം അങ്ങനെ അത്തരത്തിലുള്ള അതായത് ഈ നഫീസുമ്മ പോയത് അവരുടെ മകളുടെ കൂടെയാണ് പോയത്. അതൊന്നും എനിക്കറിയില്ല. ഇബ്രാഹിം പറഞ്ഞതോ ഹഫീസമ്മ ഞാനതൊന്നും അറിയില്ല. ഞാൻ മറുപടി പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞില്ലേ ഏത് ഇബ്രാഹിമാ പറഞ്ഞത്, ഏത് നഫീസമ്മയാണ്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ വിവരം തന്നെ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഈ സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് സുന്നികൾക്ക് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് അലിയാർ ഖാസിമിയുടെ പ്രസ്താവന വന്നിരുന്നു. എന്താണ് അതിന്റെ പ്രതികരണം? സംഘടിത സക്കാത്ത് വേണ്ടെന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതികരണം. സംഘടിത സക്കാത്ത് ഉണ്ടാക്കിയ സ്ഥലത്ത് മുഴുവനും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മതപരമായ അപകടം. കേരള നേതൃത്വം മുജാഹിദിൻ്റെ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. സക്കാത്ത് വാങ്ങിയിട്ട് പലിശക്ക് വേണ്ടി ബാങ്കിലിട്ടു, അതിൽ ഇത്ര പലിശ കിട്ടിയെന്നും ഒരു കൊല്ലം കഴിയുമ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ളത് എന്നൊക്കെ അവരെ റിപ്പോർട്ട് ബുക്കിൽ കാണുന്നുണ്ട്. സക്കാത്ത് ഒരു കൊല്ലം കൊടുക്കേണ്ടത് അടുത്ത കൊല്ലത്തേക്ക് ബാക്കി വെക്കാൻ പാടില്ല, പലിശക്ക് കൊടുക്കാൻ പാടില്ല, പലിശ വാങ്ങിയിട്ട് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതൊക്കെ ഇപ്പോൾ ഇവിടെ നടന്ന കാര്യം അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ തന്നെ അവർ വായിച്ച് പുറത്തിറക്കിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് വ്യക്തികൾ തന്നെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് മതം നിർദ്ദേശിക്കുന്നു. വ്യക്തിക്ക് നേരിട്ട് പോയിട്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിനും വിരോധമില്ല. അത് സംഘടിതമായിട്ടല്ല. PV അൻവറും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും നാളെ നോളജ് സിറ്റി സന്ദർശിക്കുന്നുണ്ടെന്ന് കേട്ടു. അൻവറിനോടുള്ള ഒരു സമീപനം എന്തായിരിക്കും? നോളജ് സിറ്റി പലരും വരാറുണ്ടല്ലോ. എല്ലാ ആളുകളും സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരോടുമുള്ള സമീപനം പോലെ അല്ലാതെ അദ്ദേഹത്തോട് മാത്രമായ ഒരു പ്രത്യേക സമീപനമൊന്നുമില്ല. നോളജ് സിറ്റി സന്ദർശിക്കുന്നു എന്ന് മുൻകൂട്ടി അവർ പരസ്യപ്പെടുത്തിയതാ ആണോ? എന്തോ അവിടെ എല്ലാ ദിവസവും പലരും വരാറുണ്ട്. രാഷ്ട്രീയക്കാരും വരും, അല്ലാത്തവരും വരും. അത് നോളജ് സിറ്റി പോലെ ഒരു സിറ്റി ഉണ്ടാക്കാൻ
ഗവൺമെൻറ്റിന് വരെ ഇത് സാധിച്ചിട്ടില്ല. അവിടെ അനാഥ കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസയുണ്ട്, അനാഥകൾക്ക് ചികിത്സിക്കുന്ന ആസ്പത്രി, അലോപ്പതി ആസ്പത്രിയും ഉണ്ട്, യുനാനി ആസ്പത്രിയുമുണ്ട്. യുനാനി ഡോക്ടർമാരായി സൗജന്യമായി പഠിച്ചു പോയിട്ട് അവർ പിന്നീട് ക്ലിനിക്കുകൾ തുടങ്ങി അവർ ജീവിതം കഴിയുന്നു. അങ്ങനെ യുനാനി മെഡിക്കൽ കോളേജും ഉണ്ട്. കൂടാതെ മുസ്ലിമുകൾക്ക് നേരിട്ട് ഇതുവരെ ലോ കോളേജും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ലോ കോളേജും ഉണ്ട്. അങ്ങനെ പല വ്യത്യസ്തമായ പല സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്. അതിൻ്റെ മാസ്റ്റർ പ്ലാൻ വളരെ ഭംഗിയായി നേരത്തെ എടുത്തത് കൊണ്ട് ഒരാൾ വന്നു നോക്കിയാൽ ആശ്ചര്യപ്പെടുന്ന രീതിയിലാണ് അവിടെ വെൽനസ് സെൻ്റർ ഒക്കെ വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുപേര് പലരും കാണാൻ വരുന്നുണ്ട്. കൂട്ടത്തിൽ അൻപർ വരുന്നുണ്ടായിരിക്കാം, ഞങ്ങൾക്കറിയാം. ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരാളെ അറിയിക്കാനുമില്ല. അറിയിച്ചിട്ടൊന്നുമില്ലല്ലോ. ഉസ്താദേ, ഈ പിന്തുടർച്ചാവകാശത്തിലെ പിന്തുടർച്ചാവകാശത്തില് മുസ്ലിം സ്ത്രീകൾക്ക് തുല്യത വേണം എന്ന് പറഞ്ഞിട്ട് സാമൂഹിക പ്രവർത്തകർ VP സുവർ നാളെ മുതൽ ഇവിടെ നിരാഹാരം തുടങ്ങണം, അനിശ്ചിതകാല നിരാഹാരം. അപ്പൊ അത് പലപ്പോഴും ഈ നിങ്ങളുടെ അടക്കമുള്ള സംഘടനകളാണ് ഇതിന് പലപ്പോഴും തടസ്സം നിൽക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ് അതിലുള്ള ഒരു കോളവാപ്പന്റെ അനന്തരല്ലേ കിട്ടേണ്ടത്? അല്ല, അതിന് നിരാഹാരിക്കേണ്ട അവരുടെ മാത്രമല്ല വിഷയമാണല്ലോ പറയേണ്ടത്. ഇസ്ലാമിന്റെ നിയമം പുതുതായി ഉണ്ടാക്കുന്നതല്ലല്ലോ. സാമൂഹ്യ പ്രവർത്തക എന്നുള്ള രീതിയിലാണ് ഒരു എന്ത് സാമൂഹ്യ പ്രവർത്തനാണത്? ഉസ്താദ് പറഞ്ഞു എന്താണ് അത് തന്നെ സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്നതൊക്കെ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെ എല്ലാവർക്കും നേരത്തെ അറിയാം. സ്ത്രീകൾക്ക് തീരെ സ്വത്തവകാശമില്ലാത്ത പല മതങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നും വ്യത്യാസമായി സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം മതം. അതുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ ആ വിഷയത്തിൽ പുറകോട്ട് തള്ളുകയല്ല ചെയ്തിട്ടുള്ളത്, അവർക്ക് സ്ഥാനമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.